യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ തീവ്രശ്രമം. വിഷയത്തിൽ ഇടപെടുകയാണ് സർക്കാരും. യമന്റെ ചുമതലയുള്ള ഡിവിഷൻ അഡീഷണൽ സെക്രട്ടറിയുമായി അദ്ദേഹം സംസാരിച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലും വധശിക്ഷ ഉറപ്പാക്കാൻ തീവ്രശ്രമങ്ങളുമായി കേന്ദ്ര സർക്കാരും രംഗത്തുണ്ട്. അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗവർണറെ കണ്ടതെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. ഗവർണർക്ക് നന്ദിയുണ്ടെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഉറപ്പാക്കാൻ തിരക്കിട്ട ശ്രമം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. കേന്ദ്ര സർക്കാരിന് നയതന്ത്ര ഇടപെടലിന് നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ ആവശ്യം. സുപ്രീംകോടതി ഹർജി 14-ന് പരിഗണിക്കും. വിഷയത്തിൽ ഇടപെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കറും യമന്റെ ചുമതലയുള്ള വിദേശകാര്യ വകുപ്പിലെ ഗൾഫ് ഡിവിഷൻ അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജനുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ അടക്കമുള്ളവരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തിവരികയാണെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനം അടിയന്തര ഇടപെടൽ ആവശ്യമുള്ള വിഷയമാണെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. അടിയന്തര ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഗവർണറെ നേരിൽ കണ്ടത്. അവസാന നിമിഷം വരെ പരിശ്രമിക്കാം. മറ്റ് നേതാക്കളെയും കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതുവരെ ഫലം കാണാത്തത് വേദന നൽകുന്നത് എന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ ചാണ്ടി ഉമ്മൻ. ഷോക്ക് പോലാണ് മെനഞ്ഞാന്ന് രാത്രി ഞങ്ങളെ തേടി വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ഗവർണറെ കണ്ടത്. അതുപോലെ തന്നെ ഗവൺമെന്റിലെ ചിലരെ, കേരള ഗവൺമെന്റിനെ ചിലരെ കാണണമെന്ന് ഉദ്ദേശിച്ചു, പക്ഷെ നടന്നില്ല. അപ്പം എന്തായാലും ഗവർണർ അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ശ്രമിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം കുറേ പേരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നുകൊണ്ട് ഞാനൊരു പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയുടെ പോസ്റ്റ് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക, അവസാന നിമിഷം വരെ പരിശ്രമം നടത്താം എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ ഒരു വിശ്വാസം. പരിമിതികൾക്കുള്ളിൽ നിന്നാണ് നമ്മുടെ പ്രവർത്തനം. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് മാത്രമേ ഇടപെടൽ സാധ്യമാവുകയുള്ളൂ. വിഷയത്തിൽ ഇടപെട്ട ഗവർണറോട് പ്രത്യേക നന്ദി. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഗവർണർ ഇടപെട്ടുവെന്നും ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. ഗവർണറോട് പ്രത്യേകമായ നന്ദിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു ഇടപെടൽ നടത്തി ഈ ഒരു കാര്യത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടൽ നടത്താൻ പ്രത്യേകമായ നന്ദിയാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഉയർന്ന് ആ ഒരു സ്ഥാനത്തിനൊത്ത് ഉയർന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടു എന്നുള്ളത് വളരെ മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16-ന് നടപ്പാക്കാനാണ് യമൻ ജയിൽ അധികൃതരുടെ തീരുമാനം. മോചന ശ്രമങ്ങൾക്കായി ഇനിയുള്ളത് ഒരാഴ്ച സമയം മാത്രമാണ്. ദയാധനം കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണമാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം. 16-ാം തീയതി ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ ഉന്നതതല ഇടപെടൽ നടത്തുമെന്നും സ്ഥിതി നിരീക്ഷിക്കുന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.